പശ്ചിമേഷ്യൻ യുദ്ധം പിടിമുറുക്കുന്നു. ലോകത്തെ നടുക്കാൻ ശേഷിയുള്ള അടുത്ത വലിയ ഏറ്റുമുട്ടൽ എപ്പോൾ, എവിടെ, എങ്ങനെ പൊട്ടിപ്പുറപ്പെടുമെന്ന ആശങ്ക ഇതിനോടകം ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. പുറമേ നിശബ്ദതയുണ്ടെന്ന് തോന്നിച്ചാലും ആ നിശബ്ദതയുടെ അടിയിൽ അതിവേഗ നീക്കങ്ങളാണ് നടക്കുന്നത്. സൈനിക വിന്യാസങ്ങൾ മാറുന്നു, രഹസ്യ കൂട്ടുകെട്ടുകൾ രൂപപ്പെടുന്നു, ആക്രമണവും പ്രതിരോധവും ഇനി പുതിയ തലത്തിലേക്ക് കടക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ലോക സുരക്ഷാ സമവാക്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ കഴിഞ്ഞ വർഷം രഹസ്യമായി സ്വന്തമാക്കിയ ചൈനീസ് നിർമ്മിത ഉപഗ്രഹം അമേരിക്കൻ സൈനിക താവളങ്ങളെ നിരീക്ഷിക്കാനും തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ നീക്കങ്ങൾ വിലയിരുത്താനും ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു സാധാരണ സാങ്കേതിക ഇടപാട് മാത്രമല്ല. കാരണം ആധുനിക യുദ്ധങ്ങളിൽ ആദ്യം ജയിക്കുന്നത് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ കൈവശമുള്ളവരാണ്. ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്നവർക്കാണ് ആക്രമണത്തിലും പ്രതിരോധത്തിലും മേൽക്കൈ ലഭിക്കുക. ഇനി യുദ്ധഭൂമി വെറും കരയിലോ കടലിലോ ആകാശത്തോ ഒതുങ്ങുന്നില്ല. ഭൂമിയിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇനി നിർണായക ആയുധങ്ങളിലൊന്ന്. എവിടെയാണ് യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നത്, എവിടെയാണ് സൈനിക നീക്കങ്ങൾ ശക്തമായിരിക്കുന്നത്, ഏത് കേന്ദ്രത്തിലാണ് പ്രതിരോധ സംവിധാനം ദുർബലമായിരിക്കുന്നത്, ഇവയെല്ലാം നിശബ്ദമായി കണ്ടെത്താൻ കഴിയുന്ന കാലമാണിത്. വെടിയൊച്ച കേൾക്കുന്നതിന് മുൻപ് തന്നെ യുദ്ധത്തിന്റെ ദിശ നിർണ്ണയിക്കാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾക്ക് കഴിയും. ഇപ്പോൾ ലോകം ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ഇത് വെറും നിരീക്ഷണ ദൗത്യമോ അതോ അടുത്ത വലിയ പ്രഹരത്തിന്റെ പ്രാരംഭഘട്ടമോ? കാരണം ചരിത്രം തെളിയിച്ചതുപോലെ യുദ്ധങ്ങൾ പലപ്പോഴും തുടങ്ങുന്നത് നിശബ്ദതയിലാണ്. ആ നിശബ്ദതയുടെ മുകളിൽ ഇപ്പോൾ ഒരു ഉപഗ്രഹം ചുറ്റിക്കറങ്ങുമ്പോൾ TW-01B എന്നറിയപ്പെടുന്ന ഈ ഉപഗ്രഹം ചൈനീസ് സ്വകാര്യ സ്ഥാപനമായ എർത്തൈ വികസിപ്പിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നീട് അത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ എയ്റോസ്പേസ് വിഭാഗത്തിന് കൈമാറപ്പെട്ടു. സാധാരണ ആയുധ ഇടപാടുകളേക്കാൾ സങ്കീർണമായ രീതിയിലാണ് ഈ കൈമാറ്റം നടന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇൻ ഓർബിറ്റ് ഡെലിവറി എന്ന മോഡൽ പ്രകാരം ഉപഗ്രഹം ആദ്യം വിക്ഷേപിച്ച് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിയതിനു ശേഷമാണ് വിദേശ വാങ്ങുന്നവർക്കായി കൈമാറുന്നത്. അതായത് ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ഒരു സാധാരണ വാണിജ്യ വിക്ഷേപണമായി തോന്നുന്ന ദൗത്യം പിന്നീട് സൈനിക തന്ത്രപ്രധാന ഉപകരണമായി മാറാൻ കഴിയും. ഈ ഉപഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതിനെ ക്യാമറയിലോ സാങ്കേതിക വിദ്യയിലോ മാത്രമല്ല, അത് നൽകുന്ന നിരന്തര നിരീക്ഷണ ശേഷിയിലാണ്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ, വ്യോമതാവളങ്ങൾ, നാവികാസ്ഥാനങ്ങൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ, എനർജി ഇൻഫ്രാസ്ട്രക്ചർ കേന്ദ്രങ്ങൾ എന്നിവയുടെ നീക്കങ്ങൾ ദൂരത്തു നിന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു കണ്ണായി ഇത് പ്രവർത്തിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സൈനിക വിമാനങ്ങൾ എവിടെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്, പുതിയ സൈനിക വിന്യാസമുണ്ടോ, ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകളുണ്ടോ, പ്രതിരോധ സംവിധാനങ്ങളിൽ മാറ്റമുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങൾ വഴി ശേഖരിക്കാനാകും. ആധുനിക യുദ്ധത്തിൽ ഈ വിവരങ്ങൾ മിസൈലുകളെക്കാൾ ശക്തമായ ആയുധമായി മാറുന്നുണ്ട്. ഇറാൻ ഇതിനു മുൻപും ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, പ്രോക്സി ഗ്രൂപ്പുകൾ, സൈബർ തന്ത്രങ്ങൾ എന്നിവ ഉപയോഗിച്ച് അസമമാർഗ യുദ്ധരീതികൾ പിന്തുടർന്നിരുന്നു. ഇപ്പോൾ അതിലേക്ക് ബഹിരാകാശ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണ ശേഷിയും ചേർന്നാൽ അവരുടെ പ്രതിരോധവും ആക്രമണ ശേഷിയും പുതിയ തലത്തിലേക്ക് ഉയരും. ഇത് വലിയ സൈനിക ബജറ്റുള്ള രാജ്യങ്ങളോട് പോലും ചെറിയ ചിലവിൽ ശക്തമായി മറുപടി നൽകാനുള്ള വഴിയാകും. അവസാനമായി നോക്കുമ്പോൾ TW-01B എന്ന ഉപഗ്രഹത്തിന്റെ കഥ ഒരു സാങ്കേതിക ഇടപാട് മാത്രമല്ല. ഇത് ലോകരാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന പുതിയ യാഥാർത്ഥ്യത്തിന്റെ പ്രതീകമാണ്. യുദ്ധങ്ങൾ ഇനി അതിർത്തികളിൽ മാത്രം നടക്കില്ല. ഭ്രമണപഥത്തിലും ഡേറ്റാ സെർവറുകളിലും നിരീക്ഷണ ശൃംഖലകളിലും നടക്കും. ആകാശത്ത് നിശബ്ദമായി ചുറ്റുന്ന ഒരു ഉപഗ്രഹം ഭൂമിയിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന കാലത്തേക്കാണ് ലോകം കടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.